നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ചാലക്കുടിയിൽ പട്ടാപ്പകൽ ബാങ്ക് ജീവനക്കാരെ ബന്ദിയാക്കി മോഷണം. പകുതി വിലയ്ക്ക് സ്കൂട്ടർ നൽകാമെന്ന് പറഞ്ഞ് കൊടകരയിലും തട്ടിപ്പ് നടന്നതായി പരാതി. മരക്കുളങ്ങര ലയൺസ് ക്ലബ് പാലക്കാട് അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പന്തല്ലൂർ ജനത LP and UP സ്കൂൾ വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും മാതൃസംഗമ ദിനവും സംഘടിപ്പിച്ചു. കൊടകര പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഫോട്ടോഗ്രാഫി മത്സരത്തിലെ വിജയികൾക്ക് ക്യാഷ് അവാർഡ് വിതരണവും പ്രസ് ക്ലബ് അംഗങ്ങളുടെ തിരിച്ചറിയൽ കാർഡ് വിതരണവും ഞായറാഴ്ച സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ചാലക്കുടിയിൽ പട്ടാപ്പകൽ ബാങ്ക് ജീവനക്കാരെ ബന്ദിയാക്കി മോഷണം. ബാങ്ക് കൊള്ള കവർച്ച നടത്തിയത് 2.5 മിനിറ്റ് കൊണ്ട് ആസൂത്രിതമെന്ന് പോലീസ്. ചാലക്കുടിയിൽ ഫെഡറൽ ബാങ്ക് പോട്ട ശാഖയിലാണ് കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി പണം കവർന്ന സംഭവത്തിൽ കൂടുതൽ CCTV ദൃശ്യങ്ങളും വിവരങ്ങളും പുറത്തായിരിക്കുന്നത്. ഇന്നുച്ചയ്ക്ക് 2 മണിയോടെയാണ് ബൈക്കിലെത്തിയ മോഷ്ടാവ് കത്തി കാണിച്ച് ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി കൌണ്ടർ തകർത്ത് പണം കവർന്നത്. ഏകദേശം 15 ലക്ഷം രൂപയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നതെന്ന് ബാങ്ക് ജീവനക്കാർ അറിയിച്ചു. കൃത്യമായ തുക തിട്ടപ്പെടുത്താൻ കണക്കെടുക്കുകയാണെന്ന് ബാങ്ക് അറിയിച്ചു. 15 ലക്ഷം കൊള്ളയടിക്കാൻ മോഷ്ടാവ് ബാങ്കിൽ എടുത്ത സമയം 2.5 മിനിറ്റാണ്. ബാങ്കിനെ കുറിച്ച് പൂർണ്ണമായും പരിചയമുള്ള ആളായിരുന്നു മോഷണത്തിന് പിന്നിൽ എന്ന് പോലീസ് സംശയിക്കുന്നു. ആസൂത്രിതമായ കവർച്ചയാണെന്നാണ് പോലീസിന്റെ അനുമാനം. മോഷ്ടാവ് നേരത്തെയും ബാങ്കിലെത്തിയിട്ടുണ്ടാകാമെന്നും പോലീസ് പറഞ്ഞു. ഉച്ചഭക്ഷണ വേളയിൽ ഇടപാടുകാർ ഇല്ലാത്ത സമയത്താണ് അക്രമി എത്തിയത്. മാസ്കും ജാക്കറ്റും ഹെൽമറ്റും ധരിച്ചെത്തിയ അക്രമി ജീവനക്കാരെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. തുടർന്ന് കസേര ഉപയോഗിച്ച് കൌണ്ടറിന്റെ ഗ്ലാസ് തകർത്താണ് കൌണ്ടറിൽ നിന്നും പണം കവരുന്നത്. പകുതി വിലയ്ക്ക് സ്കൂട്ടർ നൽകാമെന്ന് പറഞ്ഞ് കൊടകരയിലും തട്ടിപ്പ് നടന്നതായി പരാതി. കൊടകര പുത്തുക്കാവ് മാമ്പ്രക്കാരൻ വീട്ടിൽ ലിജിയാണ് പരാതിക്കാരി. പറവൂർ ജനസേവ ട്രസ്റ്റിന്റെ പദ്ധതി പ്രകാരം വനിതകൾക്ക് വിലയിൽ 50% സബ്സിഡി നൽകി സ്കൂട്ടർ നൽകാമെന്ന് വിശ്വസിപ്പിച്ച് 62,000 രൂപയാണ് തട്ടിയെടുത്തത്. കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിലായിരുന്നു സംഭവം. ലിജിയുടെ പരാതി പ്രകാരം മേരി, ആനന്ദകൃഷ്ണൻ എന്നിവർക്കെതിരെ കൊടകര പോലീസ് കേസെടുത്തു. മരക്കുളങ്ങര ലയൺസ് ക്ലബ് പാലക്കാട് അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന 160ാമത് സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കൊടകര GLP സ്കൂളിൽ രാവിലെ 9 മുതൽ പകൽ 12 വരെയാണ് ക്യാമ്പ്. ക്യാമ്പിൽ പരിശോധനയ്ക്കെത്തുന്നവർ കോവിഡ് ക്രമം നിർബന്ധമായും പാലിക്കണമെന്ന് ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു. ലയൺസ് ക്ലബ് ഭാരവാഹികളായ KK വെങ്കടാചലം, അനിൽ വടക്കേടത്ത്, E ശശാങ്കൻ നായർ, K സഞ്ജീവ് മേനോൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കൊടകര LP സ്കൂളിൽ അഹല്യ ഐ ഫൗണ്ടേഷൻ പാലക്കാട് അവരുമായിട്ട് സഹകരിച്ചിട്ട് തന്നെയാണ് ഈ പ്രാവശ്യം നടത്തുന്നത്. കാലത്ത് 9 മുതൽ 12:30 വരെയാണ് സമയം. ആണ് കൊടുക്കുന്നത്. എല്ലാം സൗജന്യം തന്നെയാണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ 15 വർഷമായിട്ട് നമ്മുടെ ക്ലബ്ബ് പന്തല്ലൂർ ജനത LP and UP സ്കൂൾ വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും മാതൃസംഗമ ദിനവും സംഘടിപ്പിച്ചു. പറപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് ഉദ്ഘാടനം ചെയ്തു. മാനേജർ കാട്ടിക്കുളം ഭരതൻ അധ്യക്ഷനായി. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻഡോമെന്റ് വിതരണം നടത്തി. സ്റ്റാഫ് സെക്രട്ടറി ആതിര കൃഷ്ണൻ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. പഞ്ചായത്ത് അംഗം KK രാജൻ, പ്രധാന അധ്യാപിക NS അനില, SSG ചെയർമാൻ മോഹനൻ വടക്കേടത്ത്, MPTA പ്രസിഡന്റ് അശ്വതി P, സ്കൂൾ ലീഡർ KS ശിവജിത്ത്, PTA പ്രസിഡന്റ് അജിമോൾ ഷാബു എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ഇതിന്റെയൊക്കെ മൂല കാരണം അല്ലാതെ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. അപ്പൊ ഇവിടെ അങ്ങനെ ഒരു അനുഗ്രഹം നമുക്കുണ്ട്. നല്ല ഒരു മനസ്സുള്ള ഒരു സ്കൂൾ മാനേജർ നമുക്കുണ്ട്. ഇവിടെ മാത്രമല്ല, പല സ്കൂളുകളിലും അദ്ദേഹം
ചുമതല വഹിക്കുന്നുണ്ട്. അത് നമുക്കൊരു അനുഗ്രഹമാണ്. അപ്പോൾ ആവശ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ഈ സ്കൂൾ വാർഷികം എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് തലമുടി നാരിയുടെ കീറിയുള്ള ഒരു പരിശോധനയാണ് സ്കൂൾ വാർഷിക പൊതുയോഗങ്ങളിലൊക്കെ നമ്മൾ നടത്തുന്നത്. ആ ഒരു വർഷക്കാലം നമ്മുടെ വിദ്യാലയത്തിൽ വന്ന നേട്ടങ്ങൾ, നമ്മൾ നടത്തിയ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കുട്ടികൾക്കുണ്ടായ മികവ്, ഇവിടെ എന്തെല്ലാം നടക്കുന്നു, എന്തെല്ലാം ചെയ്യുന്നു എന്നൊന്നും ഈ നാട്ടുകാർ ഫുള്ളായി തിരിച്ചറിയുന്നില്ല എന്നുള്ളൊരു സങ്കടം മാത്രം എനിക്കുണ്ട്. ഇനിയും അടുത്ത നാളുകളിൽ അതെല്ലാം മാറ്റിമറിയുമെന്നും ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 72ാം വാർഷികത്തോടനുബന്ധിച്ചു നടന്ന പ്രതിഭാ സംഗമം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് TS മനോജ് കുമാർ അധ്യക്ഷനായിരുന്നു. സംവിധായകൻ സുന്ദർദാസ് മുഖ്യാതിഥിയായിരുന്നു. പൂർവ്വ വിദ്യാർത്ഥികളായ ഡോക്ടർ AV ബിജുമോൻ, CSF അസിസ്റ്റന്റ് കമാൻഡന്റും രാഷ്ട്രപതിയുടെ അവാർഡ് ജേതാവുമായ MK വേണുഗോപാൽ, K രാജരാജേശ്വരി, PP സന്ധ്യ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ KU വിജയൻ, AS സുനിൽകുമാർ, ശ്രീജിത്ത് പട്ടത്ത്, നിജി വത്സൻ, പ്രിൻസിപ്പൽ ലിയോ KP, ഹെഡ്മാസ്റ്റർ G അനിൽകുമാർ, മാനേജ്മെന്റ് പ്രതിനിധി AN വാസുദേവൻ മാസ്റ്റർ, അഡ്വക്കേറ്റ് KA മനോഹരൻ, ജോമി ജോൺ, മാസ്റ്റർ ദേവദത്തൻ, അമ്പിളി ലിജോ, സംഗീത ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. കൊടകര പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ കൊടകര പുത്തുക്കാവ് താലപ്പൊലിയോടനുബന്ധിച്ചും കൊടകര സെന്റ് ജോസഫ് ദേവാലയത്തിലെ തിരുനാളിനോടനുബന്ധിച്ചും നടത്തിയ ഫോട്ടോഗ്രാഫി മത്സരത്തിലെ വിജയികൾക്ക് ക്യാഷ് അവാർഡ് വിതരണവും പ്രസ് ക്ലബ് അംഗങ്ങളുടെ തിരിച്ചറിയൽ കാർഡ് വിതരണവും ഞായറാഴ്ച സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ രാവിലെ 9:30 നടത്തുന്ന പരിപാടി ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്യും. പുതുക്കാട് MLA KK രാമചന്ദ്രൻ ക്യാഷ് അവാർഡ് വിതരണം നടത്തും. ക്ലബ് അംഗങ്ങളുടെ തിരിച്ചറിയൽ കാർഡിന്റെ വിതരണം കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ നിർവഹിക്കും. സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് പ്രസ് ക്ലബ് പ്രസിഡന്റ് K പ്രസാദ്, സെക്രട്ടറി TG അജോ, ട്രഷറർ ഡിനോ കൈനാടത്ത് എന്നിവർ അറിയിച്ചു. പ്രോഗ്രാമിൽ ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫും അതുപോലെ തന്നെ ക്യാഷ് അവാർഡും മെമ്മൻഡോ വിതരണവും പുതുക്കാട് നിയോജക മണ്ഡലം MLA KK രാമചന്ദ്രനും നിർവഹിക്കും. ദൃശ്യവിരുന്നുകൾ സമൂഹത്തിൽ ആഘോഷങ്ങളാക്കി മാറ്റുന്നതിൻ്റെ കൂടി ഭാഗമായിക്കൊണ്ടാണ് പ്രസ് ക്ലബ്ബ് ഇത്തരത്തിലൊരു സംരംഭത്തിന് മുതിർന്നത്. അതിൻ്റെ 16-ാം തീയതി നടക്കുന്ന പരിപാടി അതിൻ്റെ ഒരു പ്രഖ്യാപനമാണ്. 2 MLA-മാരുടെയും പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെയും അതുപോലെ തന്നെ സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തകരുടെയൊക്കെ നേതൃത്വത്തിലാണ് ഈ പരിപാടി നടക്കുന്നത്. ചാലക്കുടി കെയർ കേരള ഫൌണ്ടേഷന്റെയും ചാലക്കുടി പ്രസ് ഫോറത്തിന്റെയും ആഭിമുഖ്യത്തിൽ എറണാകുളം ഗിരിധർ ഐ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും SSM ഐ റിസർച്ച് ഫൌണ്ടേഷന്റെയും കളമശ്ശേരി രാഹിദൃഷ്ടി കേന്ദ്രയുടെയും സംയുക്ത സഹകരണത്തോടെ സൌജന്യ നേത്ര ആരോഗ്യ പദ്ധതി സംഘടിപ്പിച്ചു. മേലടൂർ സർക്കാർ സമിതി ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തിയ ക്യാമ്പ് മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ ഷാൻഡി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കെയർ കേരള ഫൌണ്ടേഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് രമേഷ് കുമാർ കുഴിക്കാട്ടിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ TK സതീശൻ മുഖ്യാതിഥിയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ OC രവി, പഞ്ചായത്ത് അംഗം CK ഷിജു, പ്രസ് ഫോറം പ്രസിഡന്റ് ഭരിത പ്രതാപ്, PTA പ്രസിഡന്റ് മുരുകേഷ് കടവത്ത്, ഡോക്ടർ സുമിന, കോർഡിനേറ്റർ മനോജ്, കെയർ കേരള ഫൌണ്ടേഷൻ അംഗങ്ങളായ KN വേണു, ലാലുമോൻ ചാലക്കുടി, ഷാലി മുരുങ്ങൂർ, പ്രസ് ഫോറം അംഗങ്ങളായ വിബി സമ്പാളൂർ, OA അരുൺ ബാബു, ആഷിൻ പോൾ തുടങ്ങിയവർ സംസാരിച്ചു. ഞാൻ മനസ്സിലാക്കിയിരുന്നത് പല കണ്ണ് പരിശോധനകളും ആദ്യഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ കണ്ണ് പരിശോധന നടത്തണമെന്നാണ് പറയുന്നത്. ഇന്ന് പഴയ കാലഘട്ടമല്ല, കമ്പ്യൂട്ടറിന്റെയും മൊബൈൽ ഫോണിന്റെ ഉപയോഗം വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ ഇന്ന് അത് കുറയ്ക്കാനും നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ കുട്ടികളുടെയായാലും മാതാപിതാക്കളുടെയും കണ്ണുകൾ പരിശോധിക്കണമെന്ന് പറയുന്നത് ഇന്ത്യയുടെ എല്ലാവർക്കും തയ്യാറായിരിക്കുകയാണ്. വളരെ ചുരുങ്ങിയ സമയമാണ് നമുക്കുള്ളത്. ഉച്ചയ്ക്ക് തന്നെ ഈ ക്യാമ്പിന്റെ പ്രവർത്തനങ്ങളെല്ലാം അവസാനിപ്പിക്കേണ്ടതാണ്. എങ്കിലും
എല്ലാവരും മൊബൈൽ ഫോണൊക്കെ കണ്ട് പബ്ജി ഫ്രീ ഫയർ ഒക്കെ കളിച്ചിരിക്കുന്ന ആൾക്കാരല്ലേ നിങ്ങളെല്ലാവരും? ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ണിന്റെ ഒരു പ്രത്യേകത എന്താ, ഒരു വ്യക്തി നമ്മളൊരു നല്ല കാഴ്ചപ്പാടുണ്ടാകുന്നത് നമ്മൾ കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളുടെ ആകത്തുകയാണ് നമ്മുടെ ഒരു കാഴ്ചപ്പാടിലേക്ക് ഒരു വ്യക്തി വളർന്നു വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ കാഴ്ചക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് നടക്കുന്ന ക്യാമ്പിൽ കുട്ടികളായ നിങ്ങൾ ഓരോരുത്തരും പങ്കെടുക്കും. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് 2024-25 സാമ്പത്തിക വർഷത്തിൽ ഉൾപ്പെടുത്തിയ ആദിവാസി മേഖലയിലെ സൌജന്യ MMR വാക്സിൻ പദ്ധതി മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈബി സജി അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നിജിൽ VS, വാർഡ് മെമ്പർ ചിത്ര സുരാജ്, CHSC കോടാലി ഡോക്ടർ ബിമൽ ബാബു, LHI ഡാർലി വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. ആരോഗ്യ പ്രവർത്തകർ, ആശാ വർക്കർമാർ എന്നിവർ പങ്കെടുത്തു. കാണുന്നത് ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ടുള്ള മറ്റ് ചികിത്സാ നടപടികളൊക്കെ ഏറ്റവും എളുപ്പത്തിൽ നടക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടേക്ക് എത്തിക്കുന്നത്. അപ്പൊ പല സേവനങ്ങളും നമ്മൾ നഗറിലേക്ക് എത്തിച്ചു തുടങ്ങി അല്ലേ? ഇപ്പൊ നമ്മൾ റേഷൻ കൊണ്ടുവരുന്നത്, പണ്ട് റേഷൻ മേടിക്കാനായിട്ട് വെള്ളിക്കുളങ്ങര വരണമായിരുന്നു. ഇപ്പൊ നമുക്ക് സഞ്ചരിക്കുന്ന റേഷൻ കട പോലെ ഇവിടേക്ക് എത്തിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ എങ്ങനെയെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടും നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് ആറ്റപ്പാടം ശ്രീകുമാര മല്ലഞ്ചിറ LP സ്കൂളിന്റെ ഒരു വർഷം നീണ്ടുനിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് നടന്ന വിളംബര റാലി വർണ്ണാഭമായി. വാദ്യമേളങ്ങളും കലാരൂപങ്ങളും അകമ്പടിയായി. കൊരട്ടി പോലീസ് സ്റ്റേഷൻ SHO അമൃതരംഗൻ വിളംബര ജാഥ ഫ്ളാഗ് ഓഫ് ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു അധ്യക്ഷത വഹിച്ചു. ജൂബിലി ആഘോഷ സംഘാടക സമിതി അധ്യക്ഷയും പഞ്ചായത്ത് അംഗവുമായ ഷിമ സുധീൻ, വൈസ് ചെയർമാൻ ലാലുമോൻ ചാലക്കുടി, സ്കൂൾ ഹെഡ്മിസ്റ്റേഴ്സ് KP ഷീബ, സ്കൂൾ മാനേജർ VP ഷാജൻ, സമാജം പ്രതിനിധി VV ജയചന്ദ്രൻ, വിദ്യാലയ വികസന സമിതി ചെയർമാൻ KI മോഹനൻ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് VT ശിവദാസ്, സെക്രട്ടറി KS ഷിജി, അനിൽകുമാർ, PTA പ്രസിഡന്റ് അനൂഷ പ്രജിൻ, മാതൃസമിതി പ്രസിഡന്റ് ഗ്രീഷ്മ അനിൽ, പ്രദീപ് കുമാർ, ഷാലി മുരുങ്ങൂർ, അധ്യാപക പ്രതിനിധികളായ P ഗായത്രി, ടീന ജോർജ് അക്കര, ശീതൾ M ജോസ്, ശാരിക പ്രസാദ് എന്നിവർ പ്രസംഗിച്ചു. റാലി സ്കൂൾ അങ്കണത്തിൽ സമാപിച്ചു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, നമ്മുടെ പ്രിയപ്പെട്ട കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ബിജു അവർ, സ്വാഗതം പറഞ്ഞ നമ്മുടെ ശിവ ടീച്ചർ, വാർഡ് മെമ്പർ, സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ്, സഭയുടെ പ്രതിനിധികൾ, അതിനുപരി നാളത്തെ നമ്മുടെ പ്രതീക്ഷയാണ് കുട്ടികൾ. ഗുരു ദൈവമാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും ഗുരുക്കന്മാരുടെ മുഖത്ത് കാണുന്നൊരു സന്തോഷമുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന രീതിയിൽ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നുന്നത് നല്ല മനുഷ്യരായിട്ടായിരിക്കും ഈ കുട്ടികൾ പുറത്തു വരുന്നത്. ഇന്ന് ഏറ്റവും നമുക്ക് ആവശ്യം അതാണ്. എവിടെ എത്തി എന്നുള്ളതല്ല, നല്ല മനുഷ്യരെ കിട്ടാനാണ് നമ്മൾ ബുദ്ധിമുട്ടുന്നത്. എല്ലാ തുരുത്തിപ്പറമ്പ് വരപ്രസാദനാഥ ദേവാലയത്തിലെ വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ അമ്പു തിരുനാളിന് കൊടിയേറി. ഫാദർ ജോർജ് പാലമറ്റം കൊടിയേറ്റം നിർവഹിച്ചു. ഇടവക വികാരി ഫാദർ പോളി പുതുശ്ശേരി തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. തിരുനാൾ കൺവീനർ ലിബിൻ മുരിങ്ങലേത്ത്, കൈക്കാരന്മാരായ ജോയ് ആച്ചാണ്ടി, ജോബിൻ നായത്തോടൻ, അഡ്വക്കേറ്റ് സുനിൽ മാളക്കാരൻ, തിരുനാൾ കമ്മിറ്റി അംഗങ്ങളായ നിജോ ജോർജ്, ജിൻസൺ ചാതേലി, ജസ്ബിൻ നായത്തോടൻ, ഡാനിഷ് ഡേവിസ് എന്നിവർ സന്നിഹിതരായി. ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ ഫാദർ വിനീഷ് വട്ടൂലി നിർവഹിച്ചു. ശനിയാഴ്ച രാവിലെ വിശുദ്ധ കുർബാനയ്ക്കു ശേഷം വീടുകളിലേക്ക് അമ്പ് എഴുന്നള്ളിപ്പും രാത്രി 9 മണിക്ക് അമ്പ് പള്ളിയിൽ സമാപിക്കും. തിരുനാൾ ദിനമായ ഞായറാഴ്ച ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ ആന്റോ പാണാടൻ കാർമ്മികനാകും. ഫാദർ നവീൻ ഊക്കൻ തിരുനാൾ സന്ദേശം നൽകും. വൈകുന്നേരം 5 മണിക്ക് പ്രദക്ഷിണം. അതിനുശേഷം ആലപ്പുഴ ഭീമ ബ്ലൂ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്ന ഗാനമേളയുണ്ടാകും. ഇന്നത്തെ സ്വർണ്ണവില സ്വർണം ഗ്രാമിന് 7,980 രൂപ, പവന് 63,840 രൂപ. എത്രയോ
പന്തല്ലുക്കാരൻ ജ്വല്ലറി കൊടകര പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളി. പ്രധാന വാർത്തകൾ വീണ്ടും. ചാലക്കുടിയിൽ പട്ടാപ്പകൽ ബാങ്ക് ജീവനക്കാരെ ബന്ദിയാക്കി മോഷണം. പകുതി വിലയ്ക്ക് സ്കൂട്ടർ നൽകാമെന്ന് പറഞ്ഞ് കൊടകരയിലും തട്ടിപ്പ് നടന്നതായി പരാതി. മരക്കുളങ്ങര ലയൺസ് ക്ലബ് പാലക്കാട് അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പന്തല്ലൂർ ജനത LP&UP സ്കൂൾ വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും മാതൃസംഗമ ദിനവും സംഘടിപ്പിച്ചു. കൊടകര പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഫോട്ടോഗ്രാഫി മത്സരത്തിലെ വിജയികൾക്ക് ക്യാഷ് അവാർഡ് വിതരണവും പ്രസ് ക്ലബ് അംഗങ്ങളുടെ തിരിച്ചറിയൽ കാർഡ് വിതരണവും ഞായറാഴ്ച സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.